ഈ വീക്കിൽ അപ്പോൾ ഈ സൺഡേ പോയത് ബിന്നിയാണ്. ബിന്നി ഔട്ടായി എന്ന് ഫേസ്ബുക്ക് പേജിലും ഇൻസ്റ്റാഗ്രാം പേജിലും ഫുൾ ആയിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. ഭയങ്കര മോശമാണ് കേട്ടോ, കാരണം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. കാരണം ബിന്നിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. പക്ഷെ ബിന്നിക്ക് ഒരു ഉൾവിളി ഉണ്ടായിരുന്നു, ബിന്നിക്ക് മനസ്സിലായി. കാരണം ആദ്യം തന്നെ സാബുമാനും പിന്നെ അനിമോളൊക്കെ സേവ് ആയപ്പോൾ തന്നെ ബിന്നിക്ക് ഏകദേശം മനസ്സിലായി ഞാനായിരിക്കും പോവുക എന്നുള്ളത്. അത് ബിന്നി പറയുകയും ചെയ്തു, എനിക്കൊരു തോന്നിയെന്ന്. അപ്പോൾ ബിന്നി പോയി അക്ബറും ഭയങ്കര സങ്കടമായിട്ടാണ്, കാരണം അവരൊക്കെ ഭയങ്കര ടെൻഷനിലായി. അക്ബറിനെയും ലക്ഷ്മിനെയും ബിന്നിനെയാണ് ലാസ്റ്റ് കൊണ്ടുപോയി നിർത്തിയത്. അപ്പോൾ ലക്ഷ്മി സേവ് ആയപ്പോൾ ലക്ഷ്മിക്ക് സന്തോഷമായി, അക്ബർ ഭയങ്കര ടെൻഷനിലായിരുന്നു, അക്ബറും സേവായി. പിന്നെ നെവിനാണ് ബിന്നി പോയപ്പോൾ നല്ലോണം കരഞ്ഞത്. പിന്നെ ഇന്നത്തെ എപ്പിസോഡിൽ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ലാലേട്ടൻ എല്ലാവരും ചീത്ത പറഞ്ഞു കേട്ടോ. പക്ഷെ ലാലേട്ടൻ്റെ മുന്നിൽ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെട്ടു. അതായത് നെവിൻ രക്ഷപ്പെട്ടു, അക്ബർ രക്ഷപ്പെട്ടു. അക്ബറിനൊന്നും അധികം കിട്ടിയിട്ടില്ല, അക്ബർ ഈ വീക്കിലൊക്കെ അടിപൊളിയായിട്ടാണ് കളിച്ചത്. ആര്യൻ രക്ഷപ്പെട്ടു. കിട്ടിയത് മുഴുവൻ ആദില, അനിമോൾക്ക് എന്നും കിട്ടും. കാരണം അനിമോൾക്ക് ലാലേട്ടനോട് തിരിച്ചു പറയാനുള്ള ഒരു അവസരം കിട്ടാറില്ല പൊതുവെ. ലാലേട്ടൻ അനിമോളിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഫേസ്ബുക്ക് പേജിലൊക്കെ പറയുന്നത് അനിമോളോട് എന്തോ ലാലേട്ടന് വ്യക്തിവൈരാഗ്യം ഉണ്ടെന്ന്. പക്ഷെ അതും അനിമോൾക്ക് പോസിറ്റീവായിട്ടാണ് വരിക. കാരണം അനിമോളെ ലാലേട്ടൻ ചീത്ത പറയുന്ന ആൾക്കാർക്ക് പൊതുവേ പോസിറ്റീവാണ് വരാറ്. അതുപോലെ തന്നെ അനീഷിനെ പറഞ്ഞ് ജയിച്ച് നിൽക്കാൻ അറിയില്ല. പറയുന്ന കാര്യങ്ങളിൽ വിക്കി പറയുമ്പോൾ നമുക്കിപ്പോൾ അനീഷിൻ്റെ ലാംഗ്വേജൊക്കെ മനസ്സിലായി തുടങ്ങിയത് കൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ലാലേട്ടനും അതിനനുസരിച്ചുള്ള സമയം അനീഷിനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ അതുപോലെ ലക്ഷ്മി നന്നായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിക്ക് പറഞ്ഞ് പിടിച്ച് നിൽക്കാൻ പറ്റുന്നുണ്ട് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ. അത് കാരണം ലക്ഷ്മി ആ ഒരു എപ്പിസോഡ് എല്ലാ വീക്കെൻഡ് എപ്പിസോഡിലുമാണ് ലക്ഷ്മി ഒന്ന് സംസാരിച്ച് നല്ല എന്താ പറയുക അത്രയും പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. പിന്നെ സാബുമാനും ലാലേട്ടൻ ഒരു വിളിക്കുമ്പോഴുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ആ സാബുമാൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ അഖിൽമാരാർ പറഞ്ഞിരുന്നു സാബുമാൻ, അതായത് ചില ഇഷ്ടമില്ലത് ബിന്നിനെ പോകണമെന്ന് മുന്നേ ആഗ്രഹിച്ച കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ സാബുമാനും ലക്ഷ്മിക്കൊക്കെ വോട്ട് കൊടുത്ത് അവർ നിർത്തുകയാണ് ഞാൻ ബിന്നി പോകാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമില്ലാത്ത ആരായിരിക്കണം? ആര്യനും അക്ബറൊക്കെ ടോപ്പ് 5 വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. കാരണം ആര്യനും അക്ബറും സൂപ്പറായിട്ട് കയറി വന്നിട്ടുണ്ട്. നെഗറ്റീവായിരുന്ന അക്ബറൊക്കെ ഇപ്പോൾ വൻ പോസിറ്റീവായിട്ടുണ്ട്. അതന്നെ ആര്യൻ എനിക്ക് അത്ഭുതം തോന്നി, ഈ ആളാണ് ഇത്ര വീക്കിലി പുച്ഛ അഹങ്കാരമായിട്ട് നടന്ന് ഇപ്പോൾ ഭയങ്കര ഫണ്ണായിട്ട്. ഇപ്പോൾ എപ്പിസോഡ് ലാസ്റ്റ് കാണിച്ചത് അനുമോള് നെവിനെ ചീത്ത പറയുന്ന ഇതാണ്, അതൊക്കെ നൂറ് അവിടെ ഫണ്ണാക്കി എടുത്തു. പിന്നെ പാലെടുത്തതിനെ പറ്റിയിട്ടാണ് നെവിൻ്റെ മുഖം കണ്ട് അറപ്പാവുന്നു എന്ന് അനുമോള് പറഞ്ഞു. അനുമോൾ അങ്ങനെയുള്ള ഡയലോഗുകൾ പറയുകയാണ് കേട്ടോ. അത് കാരണം പൊതുവെ എല്ലാവർക്കും ദേഷ്യം തോന്നുന്നു അനുമോളോട്. കാരണം നെവിൻ ഭയങ്കര ഫണ്ണായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ആ നെവിൻ്റെ മുഖം കണ്ട് അറപ്പാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അക്ബർ അവിടെ എതിർത്ത് പറഞ്ഞു. അങ്ങനെ അനുമോൾക്ക് ദേഷ്യം വന്ന് അനുമോൾ പോടാ പൊടിയൊക്കെ പറഞ്ഞിട്ട് അനുമോൾ പോയി. അപ്പോൾ നൂറ് അവിടെ വന്ന് ഫണ്ണാക്കുന്നുണ്ട്, ആര്യ അതിൻ്റെ ഇടയിൽ ഒരു ഫൺ